പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള ഒരു വി കോളറാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഇതിൽ ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നെക്ക് ആദ്യം മാർക്ക് ചെയ്തെടുക്കാം, അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നടുവേ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നെക്ക് വിട്ട് ഞാൻ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിവിടെ മാർക്ക് ചെയ്തു. അതിന് ശേഷം നെക്ക് ഡെപ്ത്ത് ഞാൻ 9.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആ 9.5 ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഫ്രണ്ട് പോർഷനിൽ ഈ മടക്കിൻ്റെ അവിടെ ആ 9.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അവിടുന്ന് ഈ 9.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് റൈറ്റിലോട്ടേക്ക് നമുക്കൊരു 1/2 ഇഞ്ചും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം ഇതുപോലെ. എന്നിട്ട് ആ മാർക്ക് ചെയ്ത് അവിടത്തേക്ക് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വി ഷേപ്പിൽ വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നിവർത്തി വെച്ചിട്ട് നമുക്കിത് ഈ ഒരു 2 കോർണറിലും ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ബാക്ക് പീസ് ഇതുപോലെ മടക്കിയിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ നെക്ക് വിട്ട് 3.5 ഇഞ്ച് തന്നെയാണ് വരിക. ആ 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ കോളർ നെക്ക് ചെയ്യുന്നതുകൊണ്ട് അധികം ഡീപ്പ് ആക്കണ്ട. ഞാൻ ഒരു 1/2 ഇഞ്ച് മാത്രം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ ഒരു ചെറിയൊരു കർവ് അവിടെ നമ്മൾ ആ കർവ് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ബാക്ക് പീസിൻ്റെ മേലെ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കാം. അതിന് ശേഷം നമുക്ക് ആ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ ഭാഗത്തും ഓരോ സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇത് നിവർത്തി വെച്ചതിന് ശേഷം ഇതൊന്ന് മടക്കിയിട്ട് നമുക്ക് കോളർ ചെയ്യാനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് വേണമല്ലോ. അതിനുവേണ്ടി നമ്മളിതൊന്ന് ഇതുപോലെ വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കട്ട് കൊടുത്തതിൻ്റെ താഴത്തോട്ടൊക്കെ ഒരു 2 ഇഞ്ചും കൂടി എടുക്കണം. അപ്പോൾ എനിക്ക് 15 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ അപ്പുറത്തെ സൈഡും വേണം. അപ്പം നമുക്ക് 30 ഇഞ്ച് ലെങ്ത്തുള്ള ക്ലോത്ത് എടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ എടുത്തിട്ടുണ്ട്. ആ ക്ലോത്തിൻ്റെ വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ 2ആയി മടക്കി ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. 30 ഇഞ്ചിൻ്റെ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ അവിടുന്ന് കുറച്ച് താഴത്തോട്ടേക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ കോർണറിലെത്തുമ്പോൾ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഇത് തിരിച്ചെടുക്കണം. ക്ലോത്ത് അധികം ചുളിവൊന്നും വരാണ്ട് നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം. ആ ക്ലോത്ത് താഴെ നമ്മൾ കട്ടിട്ട് കൊടുത്തില്ല, അതുവരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. താഴെ കുറച്ച് ഭാഗം ഫ്രീ ആക്കി വിടണം. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് തിരിച്ച് ഇതുപോലെ വെക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് കയറ്റി വെക്കണം. നമ്മൾ അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തില്ല, അതിൽ കൂടി അതേപോലെ തന്നെ മറ്റേ പീസും ഉള്ളിലേക്ക് എടുത്ത് വെക്കുക. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയ കട്ട് കൊടുത്തിട്ടില്ല, ആ കട്ട് കൊടുത്ത ഭാഗം ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ.
അപ്പോൾ ഇതാ നമ്മൾ വി കോളർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.